സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാരുടെ സമരം ഇന്ന് വലിയ രീതിയിൽ അവർ കടുപ്പിച്ചിരിക്കുകയാണ്. പ്രതിഷേധ മഹാസംഗമം നടത്തുന്നു. ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കും വരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആശാ വർക്കർമാരുടെ തീരുമാനം. ആദിൽ പാലോടുണ്ട് വിശദാംശങ്ങളുമായി. ആദിൽ, നമുക്കറിയാം അവർ ഏറെ ദിവസമായി തെരുവിലാണ്. 11-12 ദിവസമാകുന്നു. ഒരു ഭാഗത്ത് ഇത്തരത്തിൽ ശമ്പളം കൂട്ടുന്നുണ്ട്, വാരിക്കോരി ഇഷ്ടക്കാർക്കൊക്കെ നൽകുന്നുണ്ട്. മറുഭാഗത്ത് ആശാ വർക്കർമാരുടെ ഈ സമരത്തോടെ ഇന്നിപ്പോൾ പ്രതിഷേധ മഹാസംഗമമാണ് നമ്മൾ കണ്ടത്. സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആശാ വർക്കർമാർ പണി മുടക്കിക്കൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിനെത്തി. പക്ഷെ അപ്പോഴും സർക്കാർ കണ്ണടയ്ക്കുകയാണ് ഈ സമരത്തിന് നേരെ. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. ഒരു വശത്ത് വേണ്ടപ്പെട്ടവർക്കും പാർട്ടി നോമിനികൾക്കുമൊക്കെ PSC അംഗങ്ങൾക്ക് വലിയ തോതിൽ ശമ്പളം വർദ്ധിപ്പിക്കുന്നത് 10,000-കണക്കിന് രൂപയാണ് വർദ്ധിപ്പിക്കുന്നത്. ഇപ്പുറത്താകട്ടെ 100-500 വർദ്ധിപ്പിച്ചാൽ ഒരുപക്ഷെ തീരേണ്ട സമരത്തിന് ഒരു തരത്തിലുള്ള അനുകൂല നിലപാടും എടുക്കാതെ അവരെ മാറ്റി നിർത്തുകയാണ് സർക്കാർ ചെയ്യുന്നതെന്ന് പറയേണ്ടി വരും. 7,000 രൂപയാണ് സാധാരണഗതിയിൽ രാവന്തിയോളം പണിയെടുക്കുന്ന ആശാ വർക്കർമാരുടെ ഓണറേറിയം ഒരു മാസത്തേത്. അത് തന്നെ 2 മാസം കുടിശ്ശികയായിരുന്നു. അത് കൊടുക്കാമെന്ന് ധനവകുപ്പ് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും കുടിശ്ശികയായാണ് ഈ പണം കിട്ടുന്നത്. വണ്ടിക്കൂലിക്ക് പോലും പണമില്ലാത്ത സാഹചര്യമുണ്ട്. ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. 7,000 രൂപ എന്നത് കൂട്ടി നൽകണമെന്ന ആവശ്യം സർക്കാർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ധനവകുപ്പാകട്ടെ ധനമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നത് രാഷ്ട്രീയ പ്രേരിതമായ സമരമാണ് ആശാ വർക്കർമാരുടേതെന്നും അത് ചിലർ ആശാ വർക്കർമാരെ കുത്തിയിളക്കുന്നുവെന്നാണ്. ആ രൂപത്തിൽ അപമാനിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുന്നുവെന്ന പ്രതിഷേധവും ഒരു വിമർശനവും കുറ്റപ്പെടുത്തലും ആശാ വർക്കർമാരുടെ ഭാഗത്തു നിന്നുണ്ട്. ഇന്ന് മഹാസംഗമം എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി സംസ്ഥാനത്തെ മുഴുവൻ ആശാ വർക്കർമാരും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. തിരുവനന്തപുരത്തെ MG റോഡ് ഗതാഗതം പൂർണ്ണമായി ഒരു വശം സ്തംഭിച്ചു എന്നുള്ളതാണ് നമ്മൾ കണ്ട കാഴ്ച. പ്രതിഷേധം ശക്തമായി തന്നെ തുടരും. അതിവേഗം തീരുമാനം വേണം എന്നതാണ് ആശാ വർക്കർമാരുടെ ആവശ്യവും നിലപാടും. വിനീത, ശരി, ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്.